നമസ്കാരം. പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. കൊറോണ വ്യാപനം റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് മുതൽ ഏറ്റവും കൂടുതൽ കഷ്ടത അനുഭവിച്ചത് നമ്മുടെ പ്രവാസികൾ തന്നെയാണ്. ഗൾഫിലേക്കും നാട്ടിലേക്കുമുള്ള യാത്രകൾ അത്രമേൽ നിബന്ധനകൾ ഏറിയതായിരുന്നു. ഇത്തരത്തിൽ കടുത്ത നിബന്ധനകൾ മൂലം അവസാന നിമിഷത്തിൽ യാത്ര റദ്ദു ചെയ്യേണ്ട സാഹചര്യം പോലും ഉണ്ടായിട്ടുണ്ട്. മരണം, വിവാഹം പോലുള്ള ചടങ്ങുകളിൽ പോലും എത്താനാകാതെ എത്ര പ്രവാസികളാണ് വലഞ്ഞിട്ടുള്ളത്. എന്നാൽ ഇപ്പോഴിതാ കോവിഡ് മഹാമാരി ഇല്ലാതായി മാറുകയാണ്. അത് ചില രാജ്യങ്ങളിൽ മാത്രം പടരുന്ന രോഗമായി ചുരുങ്ങിയിട്ടുമുണ്ട്. ഈ സാഹചര്യത്തിൽ കോവിഡ് യാത്രാ നിയന്ത്രണങ്ങൾ ഒഴിവാക്കണമെന്ന് സർക്കാരുകളോട് ആവശ്യപ്പെടുന്നതെന്ന് അയാട്ട ഡയറക്ടർ ജനറൽ വില്ലി വാൽഷ് വ്യക്തമാക്കുകയുണ്ടായി. അതോടൊപ്പം തന്നെ ലോകാരോഗ്യ സംഘടന അംഗീകരിച്ച വാക്സിൻ സ്വീകരിച്ചവർക്ക് വിമാനത്താവളങ്ങളിലെ കോവിഡ് പരിശോധന ഒഴിവാക്കണമെന്നും അയാട്ട പറയുകയുണ്ടായി. വാക്സിൻ സ്വീകരിക്കാത്തവർ നെഗറ്റീവ് സർട്ടിഫിക്കറ്റുമായി യാത്ര ചെയ്യുമ്പോൾ അവർക്ക് ക്വാറന്റൈനും ഒഴിവാക്കേണ്ടതാണ്. രോഗവ്യാപനം തടയാൻ രാജ്യങ്ങൾക്ക് മേൽ യാത്രാ വിലക്ക് ഏർപ്പെടുത്തുന്നത് ഫലപ്രദമല്ല എന്നാണ് ഒമിക്രോൺ വ്യാപനം തെളിയിക്കുന്നത്. ഒമിക്രോൺ വ്യാപനത്തോടെ കോവിഡ് പ്രത്യേക മേഖലകളിൽ മാത്രം കാണുന്ന എൻഡമിക്കായി ചുരുങ്ങും എന്നാണ് ശാസ്ത്രീയ പഠനങ്ങൾ വ്യക്തമാക്കുന്നതെന്നും അയാട്ട അധികൃതർ വ്യക്തമാക്കുന്നു. അതേസമയം മറ്റൊരു വാർത്ത കൂടി പുറത്തെത്തുകയാണ്. ബംഗളൂരു രാജ്യാന്തര വിമാനത്താവളത്തിൽ നിന്നും ഏറ്റവും കൂടുതൽ പേർ യാത്ര ചെയ്ത നഗരങ്ങളുടെ പട്ടികയിൽ ദോഹയും ഇടം പിടിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ വർഷത്തെ റിപ്പോർട്ട് പ്രകാരമാണ് ഈ സ്ഥാനം ദോഹ നേടിയിരിക്കുന്നത്. ദുബായ്, മാലി, ലണ്ടൻ, ഹീത്രൂ, ഫ്രാങ്ക്ഫർട്ട് എന്നിവയാണ് പട്ടികയിലെ മറ്റു മുൻനിര നഗരങ്ങൾ. വിമാനത്താവളത്തിൽ നിന്നുള്ള രാജ്യാന്തര യാത്രകളിൽ 70% ഈ നഗരങ്ങളിലേക്കാണെന്നാണ് റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുന്നത്. കഴിഞ്ഞ വർഷം ദോഹയുടെ പ്രവേശന കവാടമായ ഹമദ് രാജ്യാന്തര വിമാനത്താവളത്തിൽ 1.77 കോടി യാത്രക്കാരാണ് വന്നുപോയത്. കൂടാതെ ഡൽഹി, കൊൽക്കത്ത, മുംബൈ, ഹൈദരാബാദ്, ഗോവ എന്നിവയാണ് ആഭ്യന്തര സർവീസുകളിൽ മുൻനിരയിലുള്ള നഗരങ്ങൾ. ധാക്ക, മാലി, ദുബായ്, കാഠ്മണ്ഡു, ലണ്ടൻ നഗരങ്ങളിലേക്കാണ് കഴിഞ്ഞ വർഷം ഹമദ് വിമാനത്താവളത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ പേർ യാത്ര ചെയ്തത്. ഇതുകൂടാതെ ഖത്തറിലെ വിമാനങ്ങളിൽ യാത്രക്കാർക്കുള്ള പുതിയ ഫീസ് നിരക്കുകൾ പ്രാബല്യത്തിൽ വരുമെന്ന് റിപ്പോർട്ട്. ഏപ്രിൽ 1 മുതലാണ് പുതിയ ഫീസ് നിരക്കുകൾ പ്രാബല്യത്തിൽ വരിക. എയർപോർട്ട് ഡെവലപ്മെന്റ് ഫീസ്, പാസഞ്ചർ ഫെസിലിറ്റീസ്, പാസഞ്ചർ സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി, എയർ ഫ്രൈറ്റ് സ്റ്റേഷൻ ഫീസുകളിൽ നിലവിലുള്ളതിൽ ഭേദഗതി വരുത്തിയതും പുതിയതുമായ നിരക്കുകളാണ് പ്രാബല്യത്തിൽ വരുന്നത്. ഖത്തർ സിവിൽ ഏവിയേഷൻ അതോറിറ്റി ഇത് സംബന്ധിച്ച സർക്കുലർ എല്ലാ എയർലൈൻ മാനേജർമാർക്കും യാത്രാ ഏജന്റുമാർക്കും അയച്ചിട്ടുണ്ട്. ഇതേസമയം ഫെബ്രുവരി 1 മുതൽ അല്ലെങ്കിൽ ഇതിനുശേഷം എടുക്കുന്ന വിമാന ടിക്കറ്റുകളിൽ നിരക്കുകൾ മാറ്റം പ്രകടമായി തുടങ്ങുന്നതായിരിക്കും. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.